ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 7 വയസ്സുകാരിക്ക് കൈത്താങ്ങാകാൻ കൽപ്പറ്റയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. നവജീവൻ ഓട്ടോ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 400ഓളം തൊഴിലാളികളാണ് കുരുന്നിന്റെ ചികിത്സയ്ക്ക് വേതനം മാറ്റിവെച്ചത്. 15 ലക്ഷത്തിലധികം രൂപയാണ് ചികിത്സാ ചെലവ്. മേപ്പാടി പൂത്തകൊല്ലി താമസിക്കുന്ന നിത്യാനിവാസിൽ ശരത് ദിൽഷ ദമ്പതികളുടെ മകൾ അവനികയാണ് രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിലാണ് ചികിത്സ. കൽപ്പറ്റയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ ശരത്തിന് ചികിത്സാ ചിലവ് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇതോടെയാണ് സഹപ്രവർത്തകന് തണലാവാൻ ഇവർ കൈകോർത്തത്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധനസമാഹരണത്തിന്റെ ഫ്ളാഗ് ഓഫ് കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ TJ ഐസക് നിർവഹിച്ചു. നമ്മളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞുകൊണ്ട് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കില്ല. നമ്മളുടെ ആവശ്യങ്ങളൊന്ന് മാറ്റിവെച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടോ തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള ഒരു സേവനത്തെയും പ്രവർത്തനത്തെയും വളരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിവരില്ല. കൽപ്പറ്റ നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അവരെ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ശരത്ത് മേപ്പാടിയിൽ നിന്ന് വരുന്ന ഇവിടെ കൽപ്പറ്റയിൽ വണ്ടി ഓടുന്ന ഒരു സുഹൃത്തിൻ്റെ 7 വയസ്സായ ഒരു മോൾക്ക് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുകയാണ്. അവരെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്യമത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഏകദേശം ഞങ്ങളിവിടെ 800ഓളം ഡ്രൈവർമാരുണ്ട്. അതിൽ ഏകദേശം ഒരു 90% ആളുകൾ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. കുറഞ്ഞ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അവർ സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ വേതനം ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, അവരുടെ ചികിത്സയിലേക്ക് വേണ്ടിയിട്ട്, ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ പ്രയത്നവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള കട്ട സപ്പോർട്ടായിട്ടാണ് നമ്മളെ ഡ്രൈവർ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉള്ളത്. സുഹൃത്തുക്കളും ബന്ധുക്കളും നൽകിയ സഹായം കൊണ്ടാണ് ഇതുവരെ പിടിച്ചു നിന്നത്. സുമനസ്സുകളുടെ സഹായം ലഭിച്ചാൽ 7 വയസ്സായ കുരുന്നിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനാകും. 24 വയനാട്.